എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ ഫെബ്രുവരി 6-ന് അവിട്ടം നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചു. ഫെബ്രുവരി 19 വരെ സൂര്യൻ ഈ നക്ഷത്രത്തിൽ തന്നെ തുടരുന്നതാണ്. അതിനുശേഷം ചതയം നക്ഷത്രത്തിലേക്ക് മാറും. ഈ മാറ്റം മേടൻ രാശി ഉൾപ്പെടെ 4 രാശികൾക്ക് സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ രാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് ഈ കാലയളവിൽ വിവിധ മാർഗങ്ങളിലൂടെ വരുമാനത്തിലൊക്കെ വർധന ഉണ്ടാകുന്നതാണ്. അവിട്ടം നക്ഷത്രത്തിലെ സൂര്യൻ്റെ പ്രത്യേകതകളും സാമ്പത്തികമായി പ്രയോജനം ലഭിക്കുന്ന 4 രാശികൾ ഏതൊക്കെയാണെന്നും വിശദമായി മനസ്സിലാക്കാം ഈ വീഡിയോയിലൂടെ. ആദ്യത്തെ രാശി മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം വരുന്ന മേടൻ രാശിക്കാർക്ക് ഈ കാലഘട്ടം അനുകൂലമായിരിക്കും. ഇവർക്ക് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാകും എന്ന് സൂചനകൾ കാണിക്കുന്നു. വരുമാനത്തിൽ വർധന ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഭാഗ്യാനുഭവങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ്. കുടുംബജീവിതത്തിലൊക്കെ സന്തോഷവും ജീവിത പങ്കാളിയുടെ പൂർണ്ണ പിന്തുണയും ഒക്കെ ഉണ്ടാകും. ഈ സമയത്ത് നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ നിരവധി അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നതാണ്. വീട്ടിൽ സമാധാനപരവും സുഖകരവുമായ അന്തരീക്ഷവും ഉണ്ടാകുന്നതാണ്. ബന്ധങ്ങളൊക്കെ ശക്തിപ്പെടും. ബന്ധുക്കളൊക്കെ വീണ്ടും പുതിയ ബന്ധമൊക്കെ സ്ഥാപിക്കാനായിട്ട് നിങ്ങളുടെ അടുക്കൽ അടുത്തുകൂടുന്നതാണ്. കൂടാതെ പുതിയ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് നല്ല ശമ്പളം വാഗ്ദാനം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ജോലിയൊക്കെ ലഭിച്ചേക്കാം ഈ സമയത്ത്. മേട നക്ഷത്രക്കാർക്ക് സൂര്യൻ്റെ ഈ രാശിമാറ്റം കൊണ്ട് ഏറ്റവും ഗുണകരമായ അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത്. അടുത്തത് കർക്കിടകം രാശിയാണ്. പുണർദത്തിൻ്റെ കാൽഭാഗം, അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രത്തിൽപ്പെടുന്ന കർക്കിടക രാശിക്കാർക്ക് അവരുടെ ബിസിനസ് സംരംഭങ്ങളിലൊക്കെ നല്ല പുരോഗതി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് വളരെയധികം ഈ സമയത്ത് മുന്നേറാൻ സാധിക്കുന്നതാണ്. പങ്കാളിത്ത ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വലിയൊരു കരാറിലൊക്കെ ഒപ്പിടാനും ഒക്കെ കഴിയുന്നതാണ്. പുതിയ പങ്കാളിത്ത ബന്ധങ്ങളൊക്കെ ഉറപ്പിക്കാൻ ഈ സമയത്ത് സാധിക്കുന്നതാണ്. സാമ്പത്തിക സമൃദ്ധിയുടെയൊക്കെ തുടക്കവും കരിയറിലൊക്കെ പുരോഗതിയുടെയും സമയമാണ് ഇനി മുന്നിലുള്ളത്. പൂർത്തിയാക്കാനുള്ള ജോലികളൊക്കെ പൂർത്തിയാക്കാനും സാധിക്കും. കിട്ടാനുള്ള പണം, വളരെ കാലമായി തിരിച്ചു കിട്ടാതെ ഇരിക്കുന്ന പണമൊക്കെ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. പുരോഗതിക്കുള്ള അവസരങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകുന്നതാണ്. പ്രധാന ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാനുള്ള സാധ്യതയും ഈ സമയത്തുണ്ട്. ഈ കാലഘട്ടം നിക്ഷേപങ്ങൾക്കും അനുകൂല കാലമാണ്. ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിലൊക്കെ നിക്ഷേപം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടം നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ കാലഘട്ടമാണ്. കൂടാതെ നിങ്ങൾ നിർത്തിവെച്ചിരിക്കുന്ന പദ്ധതികളൊക്കെ ഈ സമയത്ത് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ്. അടുത്ത രാശി വൃശ്ചികൻ രാശിയാണ്. വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ വരുന്ന വൃശ്ചികം രാശി. ഈ കാലഘട്ടം വൃശ്ചികൻ രാശിക്കാരായ ഉദ്യോഗസ്ഥർക്കും അതുപോലെ ബിസിനസ്സുകാർക്കും ഒക്കെ വളരെയധികം ഗുണപ്രദമായ കാലമായിരിക്കും. ജോലി സ്ഥലത്തൊക്കെ പുതിയതും മനസ്സിന് ഇഷ്ടപ്പെട്ടതുമായൊക്കെ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരും. വ്യാപാരികൾക്കൊക്കെ ഓഹരി വിപണിയിൽ നിന്നൊക്കെ നല്ല ലാഭം പ്രതീക്ഷിക്കാം. പരിശ്രമവും സമർപ്പണവും ഒക്കെ സാമ്പത്തിക പ്രതിഫലങ്ങളും പ്രോത്സാഹനങ്ങളും ഒക്കെ നൽകുന്നതാണ്. വ്യക്തിഗത ബന്ധങ്ങളിലൊക്കെ സത്യസന്ധതയും പ്രതിബദ്ധതയും ഒക്കെ നിങ്ങൾക്ക് ശക്തിപ്പെടുന്നതാണ്. ഉദ്യോഗസ്ഥർക്കൊക്കെ ജോലിയിൽ സംതൃപ്തിയൊക്കെ നൽകുന്ന പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഓഹരി വിപണിയിൽ ഒക്കെ ചെയ്യുന്ന വ്യാപാരികൾക്കാണെങ്കിൽ ഈ സമയം വളരെയധികം അനുകൂലമായ സമയമായിരിക്കും. അടുത്ത മകരം രാശിയാണ്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് അവർക്ക് എവിടെ നിന്നെങ്കിലും ധനമൊക്കെ കിട്ടാനുണ്ടെങ്കിൽ ആ കിട്ടാനുള്ള ധനമൊക്കെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്കൊക്കെ ജോലി സംബന്ധമായി യാത്ര ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ലഭിച്ചേക്കാം. ആ യാത്രയിൽ നിന്ന് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇതവരുടെ കരിയറിനും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ബിസിനസ്സുകാർക്ക്, പ്രത്യേകിച്ച് ഇറക്കുമതി കയറ്റുമതിയൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് അവർക്ക് ഒരു വളർച്ചയും ഉയർന്ന ലാഭവുമൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. വരുമാന വർധനവ് ഒക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ സമ്പാദിക്കാനൊക്കെയുള്ള അവസരങ്ങൾ ഈ സമയത്തുണ്ടാകുന്നതാണ്. വിദേശത്തേക്കൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വിദേശത്തേക്കൊക്കെ യാത്ര ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. അതുപോലെ ഇറക്കുമതി കയറ്റുമതി മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഈ കാലയളവ് അനുകൂലമാണ്. ഞാൻ ഈ പറഞ്ഞ ഈ രാശിക്കാർക്കാണ് സൂര്യൻ്റെ കുംഭത്തിലേക്കുള്ള രാശിമാറ്റം മൂലം കൂടുതൽ ഗുണകരമായ അവസരങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക. നന്ദി, നമസ്കാരം.